എല്ലാവർക്കും പ്രതികരണ വേദിയിലേക്ക് സ്വാഗതം. പാലക്കാട് നിന്നും അംബികാദേവി ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. സർ, ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ സാറിന് അയച്ചു തരുന്നു. സ്വാമി ഉദിത് ചൈതന്യയുടേതാണത്. അതിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ അത്ര ശരിയാണോ എന്നൊരു സംശയം. അദ്ദേഹം പറയുന്നത് നമുക്ക് ദൈവമില്ല, ദൈവീകതയേ ഉള്ളൂ. ക്ഷേത്രത്തിൽ ഈശ്വരനില്ല, വിഗ്രഹം ഈശ്വരനല്ല. ഒരു വിഗ്രഹത്തിൽ ഒതുക്കാൻ പറ്റാവുന്നതല്ല ഈശ്വര ചൈതന്യം. ഇവരൊക്കെ ഗുരുക്കന്മാരാണ്. കൃഷ്ണൻ വന്ദേ ജഗദ്ഗുരു എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഗുരുവാണ്. സരസ്വതി അറിവിൻ്റെ ഗുരുവാണ്, ലക്ഷ്മി ധനത്തിൻ്റെ ഗുരുവാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഈ ദൈവം ഇല്ല, ദൈവികതയേ ഉള്ളൂ എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക? സാറിന് വല്ലതും തോന്നുന്നുണ്ടോ? അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് നമ്മളിങ്ങനെ പറയുക? അത് പറയാൻ പറ്റില്ല. പക്ഷേ ആ പറഞ്ഞതിൽ ചെറിയൊരു അപാകതയുണ്ട്. വസ്തുവില്ല, വസ്തുവിൻ്റെ ഗുണഗണങ്ങളേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഈ ഗുണഗണങ്ങൾ എവിടെ നിന്ന് വന്നു? അതായത് കാര്യമുണ്ട്, കാര്യമേ ഉള്ളൂ, കാരണം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? മൃഗം ഉണ്ടായതുകൊണ്ടാണ് മൃഗീയത എന്ന പദം വന്നത്. വർഗം ഉണ്ടായതുകൊണ്ടാണ് വർഗീയത എന്ന പദം ഉണ്ടായത്. വിഭാഗം ഉണ്ടായതുകൊണ്ടാണ് വിഭാഗീയത എന്ന പദം ഉണ്ടായത്. അതേപോലെ ദൈവം ഉള്ളത് കൊണ്ടാണ് ദൈവികത എന്ന് പറയുന്നത്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശ്വരീയത എന്ന് പറയും. അല്ലാതെ കണ്ട് കാര്യമുണ്ട് അതിന് കാരണമില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഏതൊരു കാര്യമുണ്ടായാലും അതിന് കാരണമുണ്ട്. ഒരു നാഥനുണ്ടായിരിക്കണം, ഒരു സ്വഭാവത്തിനൊരു നാഥനുണ്ടായിരിക്കണം. അപ്പോൾ ദൈവികത എന്ന് പറയുന്ന അവസ്ഥ, ആ ഗുണഗണങ്ങൾ, അതിനൊരു നാഥൻ വേണം. അത് ദൈവം തന്നെയാണ്, സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ ഈശ്വരനാണ്. അപ്പോൾ ആ പറഞ്ഞതിലൊരു അപാകതയുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് വിഗ്രഹം ഈശ്വരനാണെന്ന് ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത്. വിഗ്രഹം ഈശ്വരനാണെന്ന് പറഞ്ഞു കൊടുക്കാറില്ല. പക്ഷേ അദ്ദേഹം പറയുന്നു ഒരു വിഗ്രഹത്തിൽ ഒതുക്കാൻ പറ്റാവുന്നതല്ല ഈശ്വര ചൈതന്യം. ശരി, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്. പക്ഷേ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോൾ അത് വിഗ്രഹത്തിലും ഉണ്ടാകണ്ടേ? ഈ വിഗ്രഹം എന്ന് പറയുന്നത് വെറുതെ ഒരു പാറക്കല്ല് വെട്ടിക്കൊണ്ടുവന്ന് വെച്ചാലല്ലോ. അതിന് പറ്റിയ കല്ല് നോക്കി, അല്ലെങ്കിൽ ശിലയാണ്, അല്ലെങ്കിൽ വൃക്ഷമാണ്, അല്ലെങ്കിൽ ലോഹമാണ്, അതിന് പറ്റിയത് നോക്കി അതിൽ കൊത്തിയെടുത്ത് ഏത് മൂർത്തിയെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനെ ആവാഹിച്ച് പ്രതിഷ്ഠിക്കുക ചെയ്യുന്നത്. ഗീതയിൽ പറയുന്നുണ്ട്, ഏത് മൂർത്തിയെ ആരാധിച്ചാലും ഫലം തരുന്നത് ഞാൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഭഗവാൻ തന്നെയാണ് എല്ലാം. ഭഗവാന്റെ ഓരോ ഗുണഗണങ്ങളെ ഓരോ ദേവതാ സങ്കല്പമായിട്ട് നമ്മൾ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുക ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈശ്വര ചൈതന്യം. അങ്ങനെയാകുമ്പോൾ വിഗ്രഹത്തിൽ മാത്രം ഇല്ല എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? ഒരു കടലിന് അടുത്ത് നമ്മൾ ചെന്ന് നിന്ന് ഒരു കപ്പ് കയ്യിൽ വെച്ചാൽ ഈ കടൽ ജലം മുഴുവനും കപ്പിൽ ഒതുക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. പക്ഷെ കപ്പ് കൊണ്ട് കടൽ ജലം കോരിയെടുത്താൽ ഈ കപ്പിലുള്ളത് കടൽ ജലമല്ലേ? അതെ. അതായത് വൃക്ഷം എന്ന് പറഞ്ഞാൽ മാവല്ല, പക്ഷെ മാവ് ഒരു വൃക്ഷമാണ്. അതേപോലെ വിഗ്രഹം ദൈവമല്ല, പക്ഷെ വിഗ്രഹത്തിലും ദൈവികത ഉണ്ട്, ദൈവഭാവമുണ്ട്. കാരണം അത് പ്രതിഷ്ഠിച്ചതാണ്. മനസ്സിലായില്ലേ? പിന്നെ മാത്രമല്ല, നമ്മൾ അമ്പലത്തിൽ ചെന്ന് അല്ലയോ വിഗ്രഹമേ എന്നാണോ പ്രാർത്ഥിക്കുന്നത്? അല്ല. ഏത് മൂർത്തിയാണോ മൂർത്തിയെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലയോ ഗുരു കൃഷ്ണ, ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞു, സ്വാമി ശരണം, സ്വാമി അയ്യപ്പ എന്നല്ലേ നമ്മൾ വിളിക്കുന്നത്. അമ്മേ നാരായണ, ദേവി നാരായണ, ഇതൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. അല്ലയോ വിഗ്രഹമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ല. അപ്പം അതിൽ നമ്മൾ ഈശ്വരനെ കാണുന്നു. അത് തെറ്റാണെന്ന് എങ്ങനെ പറയും? അതിന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് ഈശ്വരൻ്റെ ഓരോ പ്രത്യേക ഗുണഗണങ്ങളെയും ഓരോ ദേവതാസങ്കല്പമായി ചിത്രീകരിച്ചുകൊണ്ട് നമ്മൾ അതിലൂടെ കാണുന്നത്. പിന്നെ അദ്ദേഹം ഗുരുവിൻ്റെ കാര്യം പറഞ്ഞു. ശരി, അവർ ഗുരു കൂടിയാണെന്നേ ഉള്ളൂ, ഗുരു മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ആദ്യത്തെ ഗുരു ആരാണ്? അമ്മയാണ്, അല്ലേ? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കണമെന്നും കുളിക്കണമെന്നും
ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണമെന്നും ഭക്ഷണം കഴിച്ചാൽ കൈ കഴുകണമെന്നും വറ്റ് കളയാതെ ഊട് കഴിക്കണമെന്നും ഒക്കെ ഉള്ളത് അമ്മ ചെയ്ത് കാണിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഗുരു അമ്മ തന്നെയാണ്. എന്ന് വെച്ച് അമ്മ ഗുരുവാണ്, അമ്മ ഒരിക്കലും അമ്മയല്ല, അത് ഗുരുവാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അമ്മ ഗുരു കൂടിയാണ്. കൃഷ്ണൻ വന്ദേ ജഗദ്ഗുരും, സംഗതി ശരിയാ, കൃഷ്ണൻ ജഗദ്ഗുരുവാണ്. പക്ഷേ ജഗദ്ഗുരുവും കൂടിയാണ്, ഈശ്വരനുമാണ്. ഇതാണ് പറയുന്നത്. മാത്രമല്ല തൈത്തിരീയോപനിഷത്ത് എന്താ പറയുന്നത്? മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ. മാതാവിനെ ഈശ്വരനായി കാണൂ, പിതാവിനെ ഈശ്വരനായി കാണൂ, ആചാര്യനെ ഈശ്വരനായി കാണൂ. അപ്പോൾ ആ ഗുരുവിനെ ഈശ്വരനായി കാണണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈയൊരു പ്രഭാഷണം ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ളതാണ്. ദൈവികത മാത്രമായിട്ട് എങ്ങനെ ഉണ്ടാവുക? കാര്യം മാത്രം എങ്ങനെ ഉണ്ടാവുക? കാരണം കൂടാതെ. അല്ലെങ്കിൽ ആ വാക്ക് എങ്ങനെ വന്നു? ദൈവം ഇല്ലെങ്കിൽ ദൈവികത എന്ന വാക്ക് ഇവിടുന്ന് വന്നു. മനസ്സിലല്ലേ? മൃഗീയത, മൃഗം ഇല്ലെങ്കിൽ എങ്ങനെയാണ് മൃഗീയത എന്ന വാക്ക് വരുന്നത്? വിഭാഗീയത, വിഭാഗം ഇല്ലാതെ എങ്ങനെയാണ് വിഭാഗീയത എന്ന് പറയുന്നത്? ദൈവികത, ദൈവം ഇല്ലാതെ എങ്ങനെയാണ് ദൈവികത എന്ന് പറയുന്നത്? ഈശ്വരീയത, ഈശ്വരൻ ഇല്ലാതെ എങ്ങനെയാണ് ഈശ്വരീയത എന്ന് പറയുന്നത്? അപ്പം നമുക്ക് ദൈവമില്ല ദൈവികതയേ ഉള്ളൂ എന്ന് പറഞ്ഞ അബദ്ധം തന്നെയാണ്. നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്നാണ്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ വിഗ്രഹത്തിലും അത് കാണാം. വിഗ്രഹത്തിലും കാണാം. വിഗ്രഹം ദൈവമാണെന്നല്ല, വിഗ്രഹത്തിലും ദൈവിക ശക്തിയുണ്ട്. വിഗ്രഹത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ശരി. പക്ഷെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിൽ വിഗ്രഹത്തിൽ മാത്രമില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? എല്ലായിടത്തും കല്ലിലും തൂണിലും തുരുമ്പിലും എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. കല്ലിൽ ഉറങ്ങിയിരിക്കുന്നു, വൃക്ഷങ്ങളിൽ ചലിക്കുന്നു, മൃഗങ്ങളിൽ നടമാടുന്നു, മനുഷ്യരിൽ സ്വയം അറിയുന്നു. ഞാനല്ലാതെ മറ്റൊന്നും ഇവിടെയില്ല. അതുകൊണ്ട് എന്നെ വാസുദേവൻ എന്ന് പറയുന്നു. ഇതാണ്. അപ്പം ആ വാസുദേവൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ആ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിലൊക്കെ ഉണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് തെറ്റിദ്ധാരണ പരത്തുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം. അദ്ദേഹം എന്താണോ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. എനിക്കതാ പറയാനുള്ളത്. നന്ദി, നമസ്കാരം.